അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾക്ക് ഇന്ന് ഉമ്മുൽ മുഅ്മിനീൻ മൈമുന റളിയല്ലാഹു അൻഹ, അതായത് പ്രവാചകന്മാരുടെ പത്നിമാരിൽ ഒരാളായിരുന്ന മൈമുന റളിയല്ലാഹു അൻഹയുടെ ഖബറാണ് കാണാൻ നമ്മൾ പോകുന്നത്. ഇത് ഐഷ മസ്ജിദ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അന്നവാരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഐഷ മസ്ജിദിലേക്കുള്ള വഴിയാണ്. ഞങ്ങളുടെ 2-ാം നമ്പർ ബസ്, അതായത് മക്ക ബസ്സിൽ നിന്ന് 2-ാം നമ്പർ ബസ്സാണ് ഇതിലെ സർവീസ് നടത്തുന്നത്. അപ്പോൾ നമുക്കിതിലങ്ങനെ ഈ ഒരു എക്സിറ്റ് കടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഐഷ മസ്ജിദാണ്. അവിടുന്ന് പിന്നെ നേരെ മുന്നോട്ട് പോയി അന്നവാരിയയിൽ പോയിട്ട് നമ്മൾക്ക് ആ ഖബർസ്ഥാനം ഒന്ന് കാണാം. എന്നിട്ട് അതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിശ്വാസത്തെ പറ്റിയിട്ടും യഥാർത്ഥ ദീനിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട്. നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതാ നമ്മൾ ആയിഷ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞാനിത് പുലർച്ചയ്ക്ക് ഡ്യൂട്ടി തുടങ്ങാൻ നേരത്ത് പോകുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആണിത്. ആയിഷ മസ്ജിദ് ഈ മുമ്പിൽ കാണുന്നതാണ്, ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ആയിഷ മസ്ജിദ്. ഇവിടെ വന്ന എല്ലാവർക്കും അറിയാം, വന്നവരെല്ലാവരും ഇവിടെ വരാതെ പോകാറില്ല, മക്കത്ത് വന്നവർ. ഇതാണ് നമ്മുടെ ആയിഷ മസ്ജിദ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് പ്രവാചകന്മാരുടെ പത്നിമാരിൽ ഒരാളായ ഉമ്മുൽ മുഅ്മിനീൻ മൈമുന റളിയല്ലാഹു അൻഹയുടെ കബറിടം. ഇത് അന്നവാരിയ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതാണ് കബറിടം. ഇത് കണ്ടില്ലേ, അതായത് മൊത്തത്തിലുള്ള ഭൂമിയുടെ പരപ്പിൽ നിന്ന് ആ ഖബറിൻ്റെ സ്ഥലം താഴ്ന്നാണ് കിടക്കുന്നത്. ഇത് കുറച്ച് താഴെയാണ് കിടക്കുന്നത്, നമ്മൾ സാധാരണ ഖബർ കാണുന്നത് പോലെയല്ല. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഈ ഒരു ഹൈവേയുടെ സൈഡിലായതുകൊണ്ടാണ് ഇതിങ്ങനെ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അതായത് നമ്മുടെ നാട്ടില് മുനമ്പത്തെ ബീവി എന്ന് പറഞ്ഞിട്ടും അതുപോലെ പല പേരുകൾ പറഞ്ഞിട്ടുമൊക്കെ ആരാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് പോലും അറിയാതെ നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ പള്ളിക്കുള്ളിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയ കബറുകളും ജാറങ്ങളും, അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യലും സങ്കടങ്ങൾ പറയലും അവരോട് തേടലും അവരോട് ബർക്കത്തെടുക്കലും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലത്തെ ഇത്രയും വലിയ ആളുകളുടെ, മഹാന്മാരുടെ, മഹദികളുടെയൊക്കെ ഖബറിടങ്ങളൊക്കെ ഇങ്ങനെ ആരും തന്നെ അതുപോലെ ചെല്ലുകയോ സന്ദർശിക്കുകയോ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇവിടെ. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഇസ്ലാമില് ഒരിക്കലും തന്നെ അനുവദിക്കപ്പെട്ടതല്ല. അത് ശിർക്കിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു രീതിയാണ്, ആയതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുമ്പ് തന്നെ ഈ ഖബറിലേക്ക് അവരാദ്യം പോയിരുന്നത് ഇങ്ങനെ ബർക്കത്തെടുക്കാനായിരുന്നു. അവരോട് തേടാനോ അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്യാനോ ഒന്നുമല്ല, ഒന്ന് ബർക്കത്തെടുക്കാനല്ലാതെ മഹാന്മാരുടെ ഖബറുകളൊന്നും പോയി സന്ദർശിക്കാം. പക്ഷേ പിന്നീട് അത് ഡൈവേർട്ട് ആയിക്കൊണ്ട് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ തലമുറകൾ മാറിയപ്പോൾ അതെല്ലാം തന്നെ അവിടെ പോയി അവരോട് തന്നെ തേടാനും ശിർക്കായ വിശ്വാസങ്ങളിലേക്കും നയിക്കുകയുണ്ടായി. അതിനാണ് ആ വിശ്വാസത്തിനെതിരെയാണ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുന്നത്. അപ്പോൾ ഈ ഒരു ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിലൊക്കെ എന്തോരം എണ്ണിയാൽ പോലും തീരാത്തത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പള്ളികളും അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ജാറങ്ങളൊക്കെ കെട്ടിപ്പൊക്കി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മുസ്ലിമാണോ അതല്ലെങ്കിൽ മനുഷ്യൻ തന്നെയാണോ എന്ന് പോലും അറിയാതെ അതിൻ്റെയൊക്കെ അടുത്ത് പോയി പ്രണാമിക്കുകയും സുജൂദ് ചെയ്യുകയും ഇസ്തിഗാസ നടത്തുകയും അതുപോലെ തന്നെ അവരോട് തന്നെ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു മക്ബറ കാണിച്ചു തന്നത് ഇതുപോലെ തന്നെയാണ്. ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ ആ ഖബറുകൾക്ക് മരണപ്പെട്ടു പോയി അവിടെ ഖബറടക്കിയ ഖബറുകൾക്ക് ഒന്നും തന്നെ ഒരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും നമുക്ക് അവിടെ പോയി നേരിട്ട് കാണാൻ കഴിയില്ല. നമുക്ക് സലാം പറയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതും 2-3 ചുമരുകൾക്ക് പുറകിൽ ആരും തന്നെ കാണാത്ത രീതിയിൽ കെട്ടിബന്ധിച്ച അതിൻ്റെ ഉള്ളിലാണ് ആ ഖബറുള്ളത്. അതൊരിക്കലും തന്നെ ആർക്കും കാണാൻ കഴിയില്ല. ആ ഖബറിന്റെ മേലെ ഇതുപോലെയുള്ള എടുപ്പുണ്ടെന്നും അവിടുന്ന് പൊടി തുടച്ചെടുത്ത് കൊണ്ടുവന്നു എന്നൊക്കെ കാന്തപുരം ഉസ്താദൊക്കെ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 1000 ചില്ലാനം വർഷങ്ങളായി ആ മക്ബറയുടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ആ ഉള്ളിലേക്ക് ആർക്കും കയറാൻ കഴിഞ്ഞിട്ടില്ല. ലോകാവസരം വരെ കയറാൻ കഴിയുകയുമില്ല. കാരണം ജനലും വാതിലുകളും ഒന്നുമില്ലാത്ത 2 ചുമരുകളാൽ ബന്ധിക്കപ്പെട്ടിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ കാണുന്ന ഗിൽസ് ഉള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരു ഡോർ തുറന്ന്, ആ ഗിൽസിൻ്റെ ഡോർ തുറന്നുകൊണ്ട് നമ്മൾക്ക് ചെല്ലാൻ കഴിയുന്നത് ആ ഒരു 2ാമത്തെ ചുമരിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ്. അത് നമ്മളെ ഒന്നും പ്രവേശിപ്പിക്കുകയില്ല. വിശിഷ്ട അതിഥികൾ വരുമ്പോൾ അത് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു ചുമര് മാത്രമേ കാണുകയുള്ളൂ. ആ ചുമര് പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു ചുമരാണ്.
അപ്പോൾ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു പൊന്തിയ ഖബറൊന്നും അതിൻ്റെ ഉള്ളിലില്ല. കാരണം ഈ ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീപിടുത്തത്തിൽ മദീന പള്ളി കത്തി നശിക്കുകയും അതുപോലെ തന്നെ അത് പുനർ നിർമ്മിക്കുന്ന സമയത്ത് ഈ മുഴുവൻ പണ്ഡിതന്മാരും ചുറ്റും കൂടിയിരുന്ന് അതുപോലെ തന്നെ ഈ ആരും തന്നെ കാണാത്ത രീതിയിൽ 2 ചുമരുകൾക്കുള്ളിൽ അത് ബന്ധിപ്പിച്ചു. ആ സമയത്ത് ആ ജോലി നടക്കുന്ന സമയത്ത് കണ്ട പണ്ഡിതന്മാർ വിശദമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് ആ ആ ഒരു സ്ഥലത്ത്, അതായത് ആയിഷ റളിയല്ലാഹുഅൻഹയുടെ വീടിന്റെ ഉള്ളിലെ ഒരു ബെഡ്റൂം ആണല്ലോ, ആ റൂമിന്റെ ഉള്ളിൽ ആ മണലുള്ള ഏരിയ, ആ ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെ ഒരു തരി പോലെ ഇപ്പൊ ഈ നമ്മൾ ഈ ഖബർ കണ്ട പോലെ തന്നെ മണല് താഴ്ന്നാ കിടക്കുന്നത്, എവിടെയും ഒന്നും പൊന്തിയതില്ല. അപ്പോൾ നമ്മളെ ഉസ്താദന്മാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഖബറിന്റെ അടുത്ത് പോകലും ആ ഖബറിനെ സന്ദർശിക്കലും ഒക്കെ അത് നമ്മൾക്ക് മരണചിന്ത വരാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും അവിടെ പോയി ബർക്കത്തെടുക്കാനോ അതല്ലെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് നമ്മൾക്ക് തേടാനോ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പോലും നമുക്ക് തേടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇതുപോലത്തെ നമ്മുടെ നാടിലുള്ള കുറേ ഏതൊക്കെയോ പള്ളികളായിട്ട് കെട്ടി പള്ളി മൊത്തം വരുമാനം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ മക്ബറകളുള്ള പള്ളികളെ പള്ളികളായി തന്നെ സ്വീകരിക്കുകയില്ല എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഖബറിനെ കെട്ടി ഉയർത്തുകയോ അത് കുമ്മായം അടിക്കുകയോ അതുപോലെ തന്നെ അവിടെ ഇടുപ്പുണ്ടാക്കി അവിടെ നിസ്കരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ ഒട്ടുമിക്ക പള്ളികളിലും ഇതുപോലെ ഖബറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. കൃത്യമായ വിശ്വാസം നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മരണപ്പെടുന്ന സമയത്ത് നമുക്കത് ഉപകരിക്കപ്പെടുകയുള്ളൂ. മരിക്കുന്ന സമയത്ത് വേദനയുണ്ട്, എന്തായാലും മരണവേദന നമ്മളെല്ലാവരും അനുഭവിക്കണം. പക്ഷേ 2 വേദന ആ സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ആ 2 വേദന എന്തൊക്കെയാണ്? ഒന്ന് മരണത്തിന്റെ വേദന, അതെന്തായാലും നമ്മൾ അനുഭവിക്കണം. രണ്ടാമത്തത് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്ക് സൽക്കർമ്മങ്ങളായി ഒന്നും കൊണ്ടുപോകാനില്ലല്ലോ, എൻ്റെ അവസാനമാണല്ലോ ഇത് എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്മളെ കയ്യിൽ സൽക്കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ പ്രവാചകനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അള്ളാഹുവിനെയും അനുസരിച്ചില്ലല്ലോ എന്നുള്ള വേദന കൂടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് മരണവേദന മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ വേദനയെ നമുക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ കൃത്യമായ ദീനും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾക്ക് ആ മരണത്തിലേക്ക് കടക്കാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മൾ കൃത്യമായി ദീനിനെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തന്നെ അനാചാരങ്ങളിലേക്കും അതുപോലെ തന്നെ ശിർക്കൻ വഴികളിലേക്കും പോവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.